കൊന്നിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബൊറുട്ടോ 2 ബ്ലൂ വോർട്ടെക്സിന്റെ ചാപ്റ്റർ 11 ആണ്. പിന്നെ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ആനിമി റിലേറ്റഡ് വീഡിയോസിനായി പേജ് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ ബൊറുട്ടോ 2 ബ്ലൂ വോർട്ടെക്സ് മാത്രമല്ല കേട്ടോ, ബ്ലാക്ക് ക്ലോവർ, ഡീമൺ സ്ലെയർ, വൺ പീസ്, ടോക്കിയോ റേഞ്ചേഴ്സ്, ഇങ്ങനെ പല മാംഗ എക്സ്പ്ലനേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാത്തിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ ഇനി ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ ഹിമവാരിനെയാണ് കാണിക്കുന്നത്. പുള്ളിക്കാരിയായിട്ട് അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇത് കാണുന്ന ജൂറ പറയുന്നുണ്ട്, എനിക്കറിയാം ഇതൊരു 9 ടൈൽസിന്റെ ചാക്ര ആർട്ടിബ്യൂട്ട് ആണെന്ന്, പക്ഷേ ഇതിനെന്തോ ഒരു വ്യത്യസ്തതയുണ്ട്. അവൾ പതുക്കെ നമ്മുടെ ഇനോജിന്റെ അടുത്തേക്ക് നടക്കുന്നുണ്ട്. ഇത് കാണുമ്പോഴാണ് ഷിക്കുമാർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് ജൂറ നേരത്തെ ഓടിച്ച ആ കാല് പൂർണ്ണമായിട്ട് ഹീലായി കഴിഞ്ഞു. ഇനോജിനെ പുള്ളിക്കാരന്റെ മുടി കൊണ്ട് പൊക്കിയെടുക്കുന്നുണ്ട്. ഇതേ സമയം ഷിക്കടെ ഓടി വരുന്നുണ്ട്. എടി സൂക്ഷിച്ച് വേണം, അവനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും. പക്ഷെ അവൻ വരാൻ നേരത്താണ് ശരിക്കും ഞെട്ടിപ്പോകുന്നത്. കാര്യം ഇനോജിന്റെ മുറിവുകൾ പൂർണ്ണമായിട്ടും ഉണങ്ങി കഴിഞ്ഞിരുന്നു. ഹിമ പറയുന്നുണ്ട്, എനിക്കറിയാമല്ല, ഞാൻ അത് കറക്റ്റ് ആയിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. ഞെട്ടലോടെ ഷിക്കടെ ആ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇത് എന്തുവാണ്, നിനക്ക് കിട്ടിയിരിക്കുന്ന ഈ പവേഴ്സ് ഒക്കെ എന്തുവാണ്? സത്യം പറഞ്ഞാൽ അത് എനിക്ക് പറഞ്ഞൂടാ, പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇവൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് ഈ ഒരു പവേഴ്സിന് വേണ്ടിയാണ്, അതുകൊണ്ട് ഞാനതൊന്ന് കൺഫേം ചെയ്യാൻ പോകുവാണ്. കൺഫേമോ? നീ എന്തുവാണ് ഈ പറയുന്നത്? അതെ, ഞാൻ ഇവനെ ഒറ്റക്ക് ഡിഫീറ്റ് ചെയ്യാൻ പോകുവാണ്. ആ ഒരു സമയം കൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്, അവനൊരു ആശുപത്രിയിലേക്ക് എത്തി. ചോച്ചോ, അവൾ പറഞ്ഞതിലും കാര്യമുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് അവൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അത് മാത്രമല്ല, ഈനോജിനെ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കണം. എനിക്ക് നിന്റെ ഡിസിഷൻ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ നിന്റെ പേര് ഓർത്തിരിക്കും. നമുക്കൊരിക്കൽ എന്തായാലും ഒന്ന് കാണണം. ഇല്ല, ഞാനത് സമ്മതിക്കുന്നില്ല. ഞാൻ ഹിമയുടെ കൂടെ തന്നെ നിന്ന് ഫൈറ്റ് ചെയ്തോളാം. അത് വേണ്ട, അതും എനിക്ക് ആഗ്രഹമില്ല. ഇത്രയും പവേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ തന്നെ എടുത്തിരിക്കും. കാര്യം ഇവിടെ ഇപ്പൊ എന്റെ അച്ഛനോ ചേട്ടനോ അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ ഇത് തന്നെ ചെയ്തുള്ളൂ. ഈ ഒരു സമയത്ത് ബാക്കിയുള്ളവർ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹിമ പതുക്കെ നടന്ന് ജൂറയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഒരു പഞ്ച് ചെയ്യും. ആ പഞ്ച് പുള്ളിക്കാരൻ പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിലും അടുത്ത പഞ്ച് അവൻ തെറിച്ച് തന്നെ പോകും. ദൂരത്ത് പോയി വീണ ജൂറ പെട്ടെന്ന് മേലിലേക്ക് പറഞ്ഞിട്ട് ഇവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് പുള്ളിക്കാരി ഒരു ടെയിൽ ബീസ് ബോംബ് ക്രിയേറ്റ് ചെയ്യും. കണ്ട ജൂറ പെട്ടെന്ന് അവിടെ നിന്നിട്ട് പുള്ളിക്കാരൻ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അത് പരസ്പരം അങ്ങോട്ട് വീണ്ടും വിടുന്നുണ്ട്. അതിന്റെ ഒരു അറ്റാക്ക് ഭയങ്കര ഹ്യൂജ് ആയിരുന്നു കേട്ടോ. താഴേക്കിറങ്ങി വന്ന ജൂറ പറയുന്നുണ്ട്, നിന്റെ ഒരു അച്ചീവ്മെന്റ് അത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയധികം റാപ്പിഡ് ആയിട്ടാണ് നീ അഡ്വാൻസ് ചെയ്തത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അത് പുള്ളിക്കാരനെ പൂർണ്ണമാക്കുന്നതിന് മുമ്പ് തന്നെ ഹിമവാരിനെ പുള്ളിക്കാരനെ അറ്റാക്ക് ചെയ്തു. ഹിമവാരി അവനൊന്ന് കാണുന്നതിന് മുമ്പ് വീണ്ടും അവളുടെ ബാക്കിൽ വന്ന് അവളെ ചവിട്ടി താഴത്തേക്ക് ഇടുന്നുണ്ട്. ഇനിയാണ് ഞാൻ എന്റെ ട്രൂ പവർ ഒന്ന് അൺലീഷ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് അത് നിന്റെ മേത്ത് ടെസ്റ്റ് ചെയ്താൽ കൊള്ളാന്നുണ്ട്. ഹിമവാരിയായിട്ട് അവിടെ കഷ്ടപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇതേ സമയത്ത് മറ്റൊരു സൈഡിൽ നമ്മുടെ ഹിഡാരി താഴെ വീണ് കിടക്കുവാണ്. അതേസമയം സാർത്ത പറയുന്നുണ്ട്, എനിക്കറിയാം നീ വേദനയിലാണെന്ന്, പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റായിട്ട് തന്നെ ഉത്തരം പറയണം. നിനക്ക് എങ്ങനെയാണ് ചിഡോറി യൂസ് ചെയ്യാൻ പറ്റിയത്? ആരാണ് നീ? എന്നാൽ ഇതിനൊന്നും ഉത്തരം കൊടുക്കാതെ ഹിഡാരി ആ ക്ലോമാക്സിന്റെ അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അതിന്റെ അകത്ത് പുറത്തിറങ്ങുകയും ചെയ്യും. എന്നാൽ പുറത്തിറങ്ങാൻ നേരത്ത് ഹിഡാറിന്റെ മേത് ആ മുറിവുകളൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ കണ്ണുകൾ അതല്ലേ ഷെറിങ്ങാൻ, ജൂറ എന്നോട് പറഞ്ഞിരുന്നു. പിന്നെ ആ അറ്റാക്കിന്റെ പേര് ചിഡോറി എന്നാണല്ലോ. ഞാനും കുറെ ആലോചിച്ചു. കാര്യം ആ അറ്റാക്ക് കൺട്രോൾ ചെയ്യാൻ ഭയങ്കരധികം പാടുകയാണ്. നിന്റെ പോലത്തെ കണ്ണുകൾ വേണം ആ ഒരു അറ്റാക്ക് മര്യാദക്ക് കൺട്രോൾ ചെയ്യാൻ. നീ അവൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവൊന്നും തന്നില്ലല്ലോ. ആരാണ് നീ? നീ സാസ്കെ ഉച്ചയായിട്ട് എന്ത് ബന്ധമാണുള്ളത്? സാസ്കെ ഉച്ചിയോ? അതാരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കൊണോഹലിക്ക് വന്നത് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പെട്ടെന്ന് ക്ലാസ് പറയുന്നുണ്ട്, മാസ്റ്റർ കൊണാമറു സാർദനെ എങ്ങനെയെങ്കിലും പ്രൊട്ടക്ട് ചെയ്യണം. അവന്റെ ടാർജറ്റ് സാർദ തന്നെയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ഹിഡാരി പുള്ളിക്കന്റെ കൈകൾ പുറയിലെ ഒരു ക്ലോ മാർക്കിൽ കൂടെ കൊണ്ടുവന്ന് സാർദനെ കറണ്ട് അടുപ്പിക്കുന്നുണ്ട്. ഇത് തടയാൻ ഒരു ഷിനോബി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അവനെ ഫയർ ബോൾ ജൂട്സ് യൂസ് ചെയ്ത് ഫുള്ള് കത്തിച്ചു കളയും. കൊണാമറു പെട്ടെന്ന് പുള്ളിക്കന്റെ റസംഗം കൊണ്ട് നമ്മുടെ ഹിഡാറിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഹിഡാരിയായിട്ട് പെട്ടെന്ന് അവിടുന്ന് മാഞ്ഞു പോയി പുറകിൽ വന്ന് പുള്ളിക്കന്റെ ചിഡോറി കൊണ്ട് തിരിച്ച് അറ്റാക്ക് ചെയ്യും. എന്നാൽ അത് തമ്മിൽ ക്ലാഷ് ആയി നമ്മുടെ കൊണാമറു നേരെ ബാക്കിലേക്ക് തെറിച്ചു പോകുന്നുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മുടെ ക്ലാസ് റപ്പിനെ പുള്ളിക്കാരൻ ഹിഡാരി തന്റെ ചിഡോറി കൊണ്ട് അറ്റാക്കും ചെയ്ത് താഴെ വീഴ്ത്തും. ജൂറായിട്ട് ഹിമവാരിനെ നന്നായിട്ട് തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരുടെ വയറിന്റെ ഒരു ഭാഗം തന്നെ ജൂറ അറ്റാക്ക് ചെയ്ത് പുള്ളിക്കാരനെ താഴെ ഇടും. വേദന കൊണ്ട് കിടന്ന് കാറുന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ഹീലും ആകുന്നുണ്ട്. ഒരു ജിഞ്ചിറിക്കോ മറ്റേതെങ്കിലും ഒരു മനുഷ്യനെ വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് നിന്റെ ഹീലിംഗ് പവേഴ്സ് എന്ന് പറയുന്നത് അമാനുഷികമാണ്. കാര്യം ഒരു ബിജുവിന്റെ പവേഴ്സ് പോലെയാണ് നിന്റെ പവേഴ്സ് ഇപ്പോൾ ഉള്ളത്. ഹിമ, ഞാൻ പറയുന്നുണ്ടെന്ന് തോന്നല്ലേ, ഞാൻ ഉദ്ദേശിച്ചാലും വലിയൊരു മോൺസ്റ്റർ തന്നെയായിരുന്നു ഇവൻ. ഈ ഒരു സാഹചര്യത്തിൽ നമുക്കൊരിക്കലും ഇവനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കവാക്കയുടെയും കൂടെ അവർക്ക് പറ്റാവുന്ന സ്പീഡിൽ നേരെ നമ്മുടെ ഹിമവാരുടെ അടുത്തേക്ക് വരാൻ നോക്കുന്നുണ്ട്. പെട്ടെന്നായിരുന്നു അവരുടെ ഇടയിലൂടെ ഒരു സാധനം പോകുന്നവർ ശ്രദ്ധിച്ചത്. അത് മറ്റാരുമല്ലായിരുന്നു, നമ്മുടെ ബൊറുട്ടോ ആയിരുന്നു. ബൊറുട്ടോയുടെ ഈ സ്പീഡ് കണ്ട് കവാക്കി ഞെട്ടിത്തെറിച്ചു പോകും. ജൂറക്ക് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ ഹിമവാരിനെ കൊണ്ട് ബൊറുട്ടോ അവിടുന്ന് മാറിയിരുന്നു. ഞാൻ ആരാണ് എന്താണ് എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാണ്, സാർദ ഉച്ചിക, ഞാൻ നിന്നെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ ഉള്ള ഉത്തരം കിട്ടിയിരിക്കും. ഈ ഒരു സമയത്ത് ഹിഡാരിയുടെ പുറകെ ഒരു ചെറിയൊരു ടോഡുണ്ട്. ആ ടോഡിന്റെ കയ്യിലായിട്ട് ചെറിയൊരു സ്ക്വയർ പോലത്തെ ഒരു സാധനം ബൊറുട്ടോ എത്രയും പെട്ടെന്ന് സാർദയുടെ അടുത്തേക്ക് ചെല്ലി. അവളുടെ സിമ്പിൾ സ്ക്വയർ ആണ്. പെട്ടെന്ന് തന്നെ ബൊറുട്ടോ പുള്ളിക്കാന്റെ അപ്പൂപ്പന്റെ ആ ഒരു ഐക്കോണിക് ഫ്ലൈയിങ് റൈജിൻ ജൂട്സ് യൂസ് ചെയ്ത് അവിടേക്ക് ചെല്ലുന്നുണ്ട്. ഹിമേനെ ഒരു കൈ പിടിച്ചുകൊണ്ട് പുള്ളിക്കാരൻ മറ്റേ സോർ എടുത്ത് ഹിഡാരിയുടെ ആ കൈ തന്നെ മുറിച്ചു കളയും. ബൊറുട്ടോനെ കാണാൻ നേരത്ത് തന്നെ നമ്മുടെ ഹിഡാരി പറയുന്നുണ്ട്, ഓട്സുസുക്കി ബൊറുട്ടോ. അവസാനം നമ്മുടെ ബൊറുട്ടോ സാസ്കയുടെ ഷിൻജു ഫോം ആയിട്ട് കണ്ടിട്ടുണ്ട്. ഇനി എന്ത് സംഭവിക്കും, ഇനി എന്ത് സംഭവിക്കണം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.